KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി അണികൾ. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്യില്ല എന്നതുൾപ്പെടെയുള്ള കടുത്ത പ്രഖ്യാപനങ്ങളാണ് പ്രവർത്തകർ നടത്തിയത്. കണ്ണൂരിലെ സുധാകരന്റെ വീട്ടിൽ നിരവധി പ്രവർത്തകരും റിജിൽ മാക്കുറ്റി, പി മുഹമ്മദ് ഷമാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പിന്തുണയുമായി എത്തി. The All India Congress Committee, Mallikarjun ji, AICC President, and Rahul ji, Sonia ji, Priyanka ji, please consider the issues Kannur constituency. I mean, humbly request. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ എന്തും സംഭവിക്കാം. പ്രവർത്തകരുടെ വികാരമാണ്. നമുക്കറിയാം, പിണറായി സർക്കാരും ഒരു യുദ്ധത്തിലാണ്. 10 വർഷക്കാലം പിന്നിട്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ്, ഈ ഗവൺമെന്റിന്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി യുദ്ധസമാനമായ രൂപത്തിലേക്ക് റൂളിംഗ് ഗവൺമെന്റ് മുമ്പോട്ട് പോവുക. അതിനെതിരെ ശക്തമായി നമ്മൾ തിരിച്ചടി കൊടുക്കണമെങ്കിൽ കോൺഗ്രസിൽ ഒരു ഐക്യം അനിവാര്യമാണ്. ആ ഐക്യത്തിന് വേണ്ടി കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പുറത്തേക്ക് അയച്ചാൽ, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നാൽ ജനവികാരം എതിരായി മാറും. സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത് ബഹുമാന്യനായ കെ സുധാകരൻ MP അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസ് എന്താണ് പറഞ്ഞത്? നിങ്ങളിപ്പോ കണ്ടപ്പോ അദ്ദേഹം വളരെ സങ്കടത്തിലാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാകുകയല്ലേ. കേരളത്തിലെ ഏതൊരു നേതാവിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും പകരം വെക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഈ വീട്. തുറന്ന വീടാ. ഇതാ പ്രവർത്തകർ കയറി അദ്ദേഹത്തിന്റെ അടുക്കളയിൽ കൂടി കയറി നടക്കുക. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരുടെ അടുക്കളയിൽ കൂടി കയറി നടക്കാൻ പറ്റും. അത്ര സാധ്യത്തോടുകൂടി, അത്ര സ്നേഹവായ്പോടുകൂടി കാണുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ.